ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. ഞാൻ ജെജസ് കോട്ട 8th HL പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു പരീക്ഷണമായിട്ടാണ്. ആ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ നിന്നും വൈദ്യുതി ലഭിക്കുന്ന കാര്യം നമ്മൾ ചെയ്തു. അത് നമ്മൾ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ ഉപയോഗിച്ചാണ് നമ്മൾ LED ബൾബ് കത്തിക്കാൻ പോകുന്നത്. അതെങ്ങനെ നമുക്ക് വൈദ്യുതി ലഭിക്കുമെന്ന് നോക്കണ്ടേ? അപ്പൊ പ്രധാനമായും നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 4 ഗ്ലാസ്സിൽ വെള്ളം വെച്ചപ്പോൾ 4 സെല്ലായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെയാണ് നാരങ്ങ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായി തന്നെ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി തന്നെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഇതിലും ചെയ്യുന്നത്. ബാറ്ററി ഉപയോഗിക്കുക പറഞ്ഞാൽ ബാറ്ററിൻ്റെ ഉള്ളിലെ കാർബൺ റോഡും സിങ്കുമാണ് നമുക്ക് ആവശ്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അടുത്ത കാർബൺ റോഡും അതിൻ്റെ ഉള്ളിലത്തെ സിങ്കും മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മളിതാ രണ്ടും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെല്ലായിട്ട് ഉപയോഗിക്കുന്ന നാരങ്ങയാണല്ലോ. അപ്പോൾ ഞാനിവിടെ 4 നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 4 ബാറ്ററിയിൽ നിന്ന് 4 സിങ്ക് പ്ലേറ്റും 4 കാർബൺ റോഡും ആയിട്ട് ഈ രണ്ടും കൂടി നമ്മൾ കോപ്പർ വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, സിങ്കും കാർബൺ റോഡും കൂടിയിട്ട്. ഇനി അവസാനത്തെ ഒന്ന് മാത്രം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു സിങ്കും ഒരു കാർബൺ റോഡും വേറെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബൾബിലേക്ക് ഫിറ്റ് ചെയ്യാനാണ്. ഇനി സിങ്ക് നമുക്ക് നാരങ്ങയിൽ ചെറുതായി ഒന്ന് കീറി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി വയ്ക്കാം. ഇനി കാർബൺ റോഡ് അടുത്ത നാരങ്ങയിലേക്കാണ് നമ്മൾ വെക്കുന്നത്. ഇനി അടുത്തതായിട്ട് ആ നാരങ്ങയിൽ തന്നെ സിങ്ക് വെക്കുന്നു, സിങ്ക് പ്ലേറ്റ് വയ്ക്കുക. പിന്നെ അടുത്തതിലേക്ക് കാർബൺ റോഡ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ നാരങ്ങയിൽ ഒന്നിൽ സിങ്ക് പ്ലേറ്റും പിന്നെ ഒന്നിൽ കാർബൺ റോഡ് വയ്ക്കും. സിങ്ക് പ്ലേറ്റ് കാർബൺ റോഡ് ഇങ്ങനെ മാറ്റി വേണം വയ്ക്കാൻ. ഒരേ തന്നെ ഒരു നാരങ്ങ തന്നെ വയ്ക്കാൻ പാടില്ല. ഇനി അവസാനം ഞാൻ പറഞ്ഞ 2 എണ്ണം ബാക്കി വരുമല്ലോ, അത് നമുക്ക് ഇപ്പോഴത്തെ സൈഡ് വെക്കാം. ഇനി ഈ 2 വയറും കൂടിയിട്ടാണ് നമ്മൾ ബൾബിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ 2 വയറും കൂടി നമുക്ക് ബൾബിലേക്ക് കണക്ട് ചെയ്താൽ നമ്മുടെ പ്രവർത്തനം ഇവിടെ വിജയിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വൈദ്യുതി പ്രവർത്തിക്കുന്നുണ്ട്. അത് കാരണം നമുക്കിവിടെ ബൾബ് നന്നായി കത്തുന്നുണ്ട്. പുറത്തുനിന്ന് നന്നായിട്ട് വെളിച്ചം വരുന്നതുകൊണ്ട് നമുക്കത് അധികം കാണാൻ സാധിക്കില്ല. ഞാനൊരു ഇരുട്ടുള്ള റൂമിൽ പോയി നോക്കട്ടെ, എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അധികം വൈദ്യുതി ലഭിക്കില്ല. അത്യാവശ്യത്തിന് ചെറിയൊരു വൈദ്യുതിയാണ് നമുക്ക് ലഭിക്കും. LED ബൾബ് കത്തിക്കാനുള്ള വൈദ്യുതി നമുക്കിതിന് ലഭിക്കും. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫാക്കിയാൽ കാണാൻ സാധിക്കും ബൾബ് നന്നായി പ്രകാശിക്കുന്നുണ്ട്. നമ്മൾ ഇരുട്ടുള്ള സ്ഥലത്ത് പോയാലാണ് ബൾബിൻ്റെ പ്രകാശവും വൈദ്യുതി ലഭിക്കുന്നതല്ല എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് കണ്ടു, നമുക്ക് വെളിച്ചത്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. പക്ഷേ ഇരുട്ടത്താകുമ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് എത്ര പവർ ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ LED കുറവായിട്ടാണ് പ്രകാശിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ കൂടുതൽ വേണം. നാരങ്ങ നമ്മൾ സെല്ലായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ കൂടുതൽ സെല്ലുകൾ നമുക്ക് ആവശ്യമാണ്. എന്നാലാണ് നമ്മുടെ LED ബൾബ് നന്നായി പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കൂ. കൂട്ടുകാർക്ക് മനസ്സിലാവും ഇതെങ്ങനെ നമ്മളിപ്പോൾ ചെയ്തു എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂടുതലേക്ക് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തൂ. ഇതുപോലത്തെ കിടലിന് വീഡിയോസായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ അടുത്ത വീഡിയോയിൽ വരും. ബൈ.